ഞാൻ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ കുഞ്ഞിന്റെ ഈ അവസ്ഥ ഒറ്റ ദിവസം കൊണ്ട് മാറും. അമ്മുക്കുട്ടിക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളില്ലയോ കുഞ്ഞെ? അതൊന്നും വേണ്ട ഏട്ടത്തി. അവളെ സ്നേഹിക്കാൻ കഴിയാത്ത ഞാൻ അവളുടെ സ്വത്ത് ആഗ്രഹിക്കുന്ന മഹാപാവാ. വേണ്ട. കുഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കൊച്ചിനോടും കൂടി ചോദിച്ചേച്ചും മതി. ഞാൻ പിന്നെ വരാം. ആ കുട്ടിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ടോ? ആ തള്ള പറയണ കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു പാവം ആ കൊച്ച് അല്ലേ പ്രതിഭേട്ട? ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ പാവം തന്നെ അഞ്ചു. എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ? ഏയ് ചുമ്മാ. ഇപ്പൊ എനിക്ക് തോന്നുക അതിനെ ഇങ്ങ് കൂട്ടാന്ന്. പക്ഷേ അച്ഛമകള് ബന്ധമൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. വേണ്ട, ഒന്നും വേണ്ട. അമ്മക്കുട്ടിയെ ഈ വീട്ടിൽ വളരാൻ അനുവദിച്ചാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വിളിച്ചോണ്ട് വന്നു. ഞാനായിട്ടൊരു മഹാപാപം ചെയ്യണില്ല. സ്ഥാനവും മാനവും കിട്ടാൻ വേണ്ടി തന്നെയാ എല്ലാവരും മത്സരിക്കണേ. നിനക്ക് സ്ഥാനത്തിൻ്റെ കൂടെ സ്നേഹവും കിട്ടണം. അതിന് സുധീഷിൻ്റെ മനസ്സ് നിറഞ്ഞാലേ പറ്റുള്ളൂ മോളെ. അതുകൊണ്ടാ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി 5 ലക്ഷം കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞത്. 5 ലക്ഷം രൂപ നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷമെന്ന വാക്കിന് എന്താ മോനെ ഒരു പ്രസക്തി? 5 ലക്ഷം എന്ത് കണ്ടിട്ടാ നീ അങ്ങനെ ഒരു വാക്ക് കൊടുത്തേ? ഒന്നും കണ്ടിട്ടല്ല അച്ഛാ, എന്നാലും ഞാൻ വാക്ക് പാലിക്കും. എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കും. കട്ടിട്ടോ അതോ കൊന്നിട്ടോ? അതുകൂടി പറ. അച്ഛൻ എന്തിനാ എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെ തടസ്സം പറയുന്നേ? പണം ഉണ്ടാക്കിക്കൊള്ളാന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? ആ പറച്ചിൽ എന്നാ പ്രശ്നം? നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇവൻ വാങ്ങിയ കടങ്ങൾ പലതും ഇനിയും വീട്ടാനുണ്ട്. ആ കുരുക്ക് അഴിക്കും മുമ്പ് 5 ലക്ഷത്തിന്റെ വേറൊരു കുരുക്കെടുത്ത് കഴുത്തിലിടാൻ നിയമനം എങ്ങനെ കഴിയും? അത് എന്നെ പോലെ നീ അറിഞ്ഞിരിക്കണ്ടേ മോളെ? അച്ഛൻ വിഷമിക്കണ്ട, എൻ്റെ ഓട്ടോറിക്ഷ ഞാൻ വിൽക്കും. അതിനെത്ര കിട്ടും? കൂടിയാൽ 30ഓ 40ഓ. ബാക്കിയോ? ഈ വീടും പറമ്പും പണയപ്പെടുത്ത അച്ഛാ. അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ പലപ്പോഴായി വാങ്ങിയ കുറെ ആഭരണങ്ങളിലെ വർഷയ്ക്ക് നിവൃത്തിയില്ലെങ്കിൽ അതും പണയം വെക്കാന്നാ എന്റെ മനസ്സിൽ. വേണമെങ്കിൽ വിറ്റോ ഏട്ടാ. എന്നാലും സുധീഷിന് കൊടുത്ത വാക്ക് ഏട്ടൻ പാലിക്കണം. മോനെ ജയ, ഇക്കാര്യത്തിൽ എന്റെ സമ്മതം നീ പ്രതീക്ഷിക്കണ്ട. വീടും പറമ്പും ബ്ലേഡ് പലിശക്കാരന് പണയപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അതിലും ഭേദം വിൽക്കുന്നതാ. എന്നാ വിൽക്കാം. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും അച്ഛാ. പണം നാളെ തന്നെ സുധീഷിന് കൊടുക്കണം. ആധാരം കൊടുത്ത് പ്രോമിസറി നോട്ട് എഴുതി കൊടുത്ത മാർവാടി ഉടനെ പണം തരൂ. തൽക്കാലം അതേ ഉള്ളൂ വഴി. എന്നുവച്ചാൽ നമ്മുടെയൊക്കെ ഈ വീട്ടിലെ വാസം അവസാനിക്കാറായി എന്നർത്ഥം. കൈവിട്ട് കളി കളിച്ച ശീലമൊന്നും അച്ഛനില്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ദഹിക്കാനും പാടാ. എന്റെ ജീവിതം നശിച്ചു കാണാൻ അച്ഛൻ ആഗ്രഹം. ആരുടെയും ജീവിതം നശിച്ചു കാണാൻ അച്ഛൻ ആഗ്രഹമില്ല മക്കളെ. എല്ലാവരും നന്നായിരിക്കാൻ വേണ്ടിയാ അച്ഛൻ മുടക്കം പറയുന്നേ, അല്ലാതെ നശിക്കാൻ വേണ്ടിയല്ല. അച്ഛാ, എന്തായാലും വർഷയ്ക്ക് നമ്മൾ സ്ത്രീധനം കൊടുക്കണ്ടേ? ഇത് ആ വകയിൽ കരുതിയാ മതി. അങ്ങനെ സുധീഷ് കരുതുമോ? നീ എങ്ങനെ സംസാരിച്ചോ അവനോട്? ഇല്ല, അങ്ങനെ സംസാരിച്ചില്ല. എങ്കിൽ സംസാരിക്കണം. ഇല്ലെങ്കിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയാവും. എന്നെ ഏതെങ്കിലും വൃത്തസാധനത്തെ കൊണ്ട് തള്ളിയാലും നിനക്ക് തലയാക്കാനും ഇടം വേണ്ടേ? അതുകൊണ്ട് എല്ലാം കൂടെ തുലയ്ക്കുന്ന ഈ ഏർപ്പാട് വേണ്ട മോനെ. വേണം അച്ഛാ. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ വാക്കു കൊടുത്തുപോയി. സുധീഷിൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നമ്മൾ കൊടുത്ത കാശുകൊണ്ട് തന്നെ നടക്കണം. എല്ലാം നന്നായി വരാൻ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ എന്നും ദൈവം ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയാറാ പതിവ്. ഏട്ടന് എന്നെ ജീവനോടെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ സുധീഷിന് കാശ് കൊടുക്കണം.
കൊടുക്കാം മോളെ. ഏട്ടൻ വാക്ക് പാലിക്കും. അച്ഛാ, വിഷ്ണു, ഞാനിപ്പോൾ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് സംസാരിക്കാനാ. ബീനയുടെ കാര്യം. എന്താ അച്ഛാ, വല്ല കല്യാണക്കാര്യവും മറ്റോ ആണോ? അത് തന്നെ. കേട്ട ഉടനെ ചാടിക്കേറി വേണ്ടെന്നൊന്നും പറയരുത്. സുധീഷിന്റെ കാര്യമാണ് ഞാൻ പറയുന്നേ. കേശവൻ നായരുടെ അനന്തവനാണ് എന്നുള്ളത് ഒരു കുറവായി കാണാതിരുന്നാൽ അതിൽ കവിഞ്ഞൊരു ബന്ധമില്ല എന്നാ എൻ്റെ അഭിപ്രായം. വീണയ്ക്കും സുധീഷിനോട് ഇഷ്ടമാണെന്നാ എൻ്റെ ഒരു കണക്ക്. സുധീഷ് നല്ല പയ്യനാണ് അച്ഛാ. എനിക്കും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. വീണയ്ക്ക് സുധീഷിനോട് അല്പം താല്പര്യം കൂടുതലില്ലേന്ന്. ഏയ്, ഇക്കാലത്ത് എന്ത് തറവാട്ട് മഹിമ. കേശുമാന്റെ മരുമനാണെന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് തന്നെയാ അതിൻ്റെ ശരി. വിശ്വസ്തതയും നന്ദിയും സത്യസന്ധതയും ഒക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ കേശൂല. പതുക്കെ ശ്വേതയോടും വീണങ്ങളോടും ഒക്കെ സംസാരിച്ച് നോക്ക് നീ. അതച്ഛാ. ഇങ്ങ് തന്നെ. ഹലോ അച്ഛാ, ശ്വേതയാ. എന്താ അച്ഛ കാര്യം? മോളെ, നമ്മുടെ സുധീഷിനെ വീണയ്ക്ക് വേണ്ടി ആലോചിക്കുക ഞങ്ങള്. നല്ല ബന്ധമാണെന്നാ വിഷ്ണു പറയണത്. എൻ്റെ അഭിപ്രായം അത് തന്നെയാ. അത് വേണ്ടച്ചാ. വീണയ്ക്ക് ഇതിനേക്കാൾ എത്രയോ നല്ല ബന്ധം കിട്ടും. നമ്മുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും സമ്പത്തിനും ഒക്കെ യോജിക്കേണ്ട അച്ഛാ. ഇതേതായാലും വേണ്ട. മോളെ, ലോകപരിചയവും അനുഭവവും നിന്നേക്കാൾ എത്രയോ കൂടുതലുണ്ട് എനിക്ക്. സമ്പത്തും ആഭിജാത്യവും ഒന്നും അല്ല ബന്ധം ഉറപ്പിച്ചു നിർത്തുന്ന ആണികള്. സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെയാ. മനസ്സുകൾ തമ്മിൽ ചേർന്നാലേ അതുണ്ടാവൂ. അല്ലച്ചാ, അത് കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നാലാളുടെ മുമ്പിൽ ബന്ധത്തിന്റെ വലിപ്പവും പറഞ്ഞ് തലയുയർത്തി നോക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. വിവാഹം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന വീണമോള് ഇങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അതങ്ങ് നടത്തി കൊടുക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. വീണയുടെ സന്തോഷം തന്നെയാണ് ഞങ്ങളുടെയും ലക്ഷ്യം. ശ്വേത, അച്ഛാ, കാര്യങ്ങൾ അച്ഛൻ തന്നെ മുന്നോട്ട് നീക്കൂ. ആദ്യം കേശുമാനോട് സംസാരിക്കേ. സുധീഷിന്റെ അഭിപ്രായം അറിയട്ടെ. വീണയുടെ അഭിപ്രായം ഞാൻ അറിഞ്ഞോളാം. അങ്ങനെ ആയിക്കോട്ടെ. സുധീഷിന്റെ അമ്മ ആശുപത്രിയിലാണ് ഉള്ളത്. ഒന്ന് പോയി സുഖവിവരം അന്വേഷിക്കുന്നത് നല്ലതാ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് കേശു പെങ്ങക്ക്? ഇച്ചിരി പ്രശ്നമാ മുതലാളി. കിഡ്നി മാറ്റി വയ്ക്കണമെന്നാ പറയണേ. അവൻ എവിടെ ചെന്ന് ഇത്രയും കാശുണ്ടാക്കുമെന്ന അങ്കലാപ്പിലാ ഞാൻ. അതൊന്നും ഓർത്ത് കേശു വിഷമിക്കണ്ട. സുധീഷ് വിഷ്ണുവിന്റെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്. കാര്യം പറഞ്ഞ അവൻ തരില്ലേ. മാത്രമല്ല, ഇതിനിടയില് സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക്. എന്താ മുതലാളി? നമ്മൾ തമ്മിൽ ബന്ധുക്കളാകാൻ പോകുന്നു. എന്താടോ, നല്ലൊരു കാര്യം പറഞ്ഞെടുത്ത് എനിക്ക് സന്തോഷമില്ലാത്തത്? എന്റെ ബന്ധുത്വം വേണ്ടത് എനിക്ക്. മുതലാളി, എന്താ കാര്യമൊന്ന് പിടികിട്ടാത്ത അങ്കലാപ്പിലാ. എടോ, സുധീഷിനെ കൊണ്ട് വീണമോളെ കല്യാണം കഴിപ്പിച്ചാൽ നമ്മൾ ബന്ധുക്കളായില്ലേ മുതലാളി? അതേടോ, ഞങ്ങൾക്കൊക്കെ സമ്മതമാ. ഇനി താനും സുധീഷും കൂടെ സമ്മതിച്ചാ മതി. എന്റെ പൊന്നു മുതലാളി, എന്നോട് സമ്മതം ചോദിക്കണോ? ഉത്തരവിട്ട അനുസരിക്കുന്നവനല്ലേ ഈ കേശു.
രാജാക്കന്മാരുടെ രാജാവായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും കഷ്ടതകളും വേദനകളും നീക്കി തരണമേ. സമാധാനത്തിന്റെ പ്രാവുകളെ ഞങ്ങളുടെ നേർക്കയക്കണമേ. കുഞ്ഞുങ്ങളുടെ നേർക്കയക്കുന്ന സങ്കടങ്ങൾ എൻ്റെ നേർക്ക് തിരിച്ചു വിടണമേ. ഭൂമിയിൽ സമാധാനവും ഐക്യവും നിലനിർത്തണമേ. ആമേൻ. കൊച്ചിന്റെ പ്രാർത്ഥന എന്നും കൊച്ചിന് വേണ്ടിയല്ല, ഭൂമിയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയാ. അതല്ലയോ നല്ലത്. അവനവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കാനുണ്ടാവും. ഉം, ഉം. എല്ലാം കൂടി കർത്താവ് എങ്ങനെ നടത്തി തരുന്നേ? ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ പറഞ്ഞ അതല്ലയോ കൂടുതൽ നല്ലത്. അതെ, എല്ലാവരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവളുടെ അച്ഛനും അവകാശം പറഞ്ഞ് വരുന്നവരുമൊക്കെ നല്ല ബുദ്ധി തോന്നിയാനെ. ആ, എന്തോ ഒരു കാര്യം പറയാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, എന്താ അത് കൊച്ചേ? മനസ്സിൽ കയറി ഇരുന്നാലല്ലയോ അതെനിക്ക് കാണാനൊക്കൂ. അത് കൊള്ളാം. അപ്പൊ പിന്നെ എവിടെയാ? കുഞ്ഞുനാള് മുതല് കൊച്ചെന്റെ മനസ്സിൽ തന്നെയല്ലേ കയറിയിരുന്നത്? എന്ന് ഞാൻ പറയട്ടോ? പറഞ്ഞു നോക്ക്. ആ, വീണക്കുഞ്ഞിന്റെ കാര്യം വല്ലതും ആണോ? സത്യം അത് തന്നെയാ പറയാൻ വന്നത്. കേശുവിന്റെ അനന്തരവൻ സുധീഷിനെ കൊണ്ട് വീണമോളെ കല്യാണം കഴിപ്പിക്കാനാ നോക്കുന്നത്. ആ ഒരു സന്തോഷം കൊച്ചിനോട് ഇപ്പൊ തന്നെ പറയണമെന്ന് തോന്നി. അത് നല്ല കാര്യമാ. കേശവനാരുടെ അനന്തരവനല്ലയോ, മോശം വരികയല്ല. എന്നാ ഞാൻ ഒന്ന് ചെരിയട്ടെ. ആ അതെ, എന്താ കൊച്ചേ? ഈ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഇവിടെ കിടന്നാ മതിയോ? എന്നാ നാളെ തൊട്ട് എന്റെ അടുത്ത് കൊണ്ട് കിടത്താം. അതല്ല, ഇതിന് അപ്പന്റെ കൂടെ പറഞ്ഞയക്കണ്ടായോ എന്നാ ഞാൻ ചോദിച്ചേ. കൊച്ചിനറിയാത്തതല്ലോ പ്രദീപിന്റെ ഭാര്യയുടെ സ്വഭാവം. ആ സ്ത്രീ സമ്മതിക്കാതെ ഒന്നും നടക്കത്തില്ല. നടക്കും. ഞാൻ പ്രദീപിനോട് ഇക്കാര്യം സംസാരിച്ചതാ. അവൻ ഇച്ചിരി കാശിന്റെ മുട്ട് വന്നിരിക്കുക. നമ്മളിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞ് സഹായിച്ച പ്രദീപിന്റെ കെട്ടിയോളും എതിർപ്പൊന്നും പറയുകയില്ല. അവര് വന്ന് അമ്മുക്കുട്ടിയെ കൊണ്ടുപോയിക്കോളും. അല്ല പക്ഷേ, കാശിന് വേണ്ടി കുഞ്ഞിനെ സ്വീകരിക്കാന്നൊക്കെ പറയുമ്പോ അതിനൊരു ശരികേടില്ലേ? ഉണ്ട്. പക്ഷേ ഇച്ചിരി ദിവസം അമ്മക്കുട്ടിയുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോ ഇദ്ദേഹം പേടിക്കുന്ന കാര്യമൊന്നും നടക്കുകയില്ല. കുഞ്ഞിനെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങും. എന്തായാലും നന്നായിട്ട് ആലോചിച്ചിട്ട് മതി ഒരു തീരുമാനമെടുക്കുന്നത്. ഓ, അത് മതി. ഡോക്ടർ എന്താ മോനെ പറഞ്ഞേ? എന്നെയും കേശുമാവനെയും പരിശോധിച്ചമ്മേ, ഞങ്ങളുടെ രണ്ടാളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ചേരില്ല. ഇനിയിപ്പോ പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂ. ആ, അത് തന്നെയാ നല്ലത്. എനിക്ക് വേണ്ടി നിങ്ങളെ കീറിമുറിക്കാൻ ഇടവരുത്തല്ലേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചതാ ഞാൻ. പക്ഷേ കാശിന്റെ കാര്യമല്ലേ, അതോർത്ത് നീ വിഷമിക്കണ്ട. നീരേറ്റിലെ വിഷ്ണു സാറ് പണം തരൂന്ന് കേശുവേട്ടൻ എന്നോട് പറഞ്ഞു. അത് വേണ്ടമ്മേ, ആ പണം വാങ്ങിയ ശരിയാവില്ല. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഭാവം? പണം വർഷയുടെ ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം വാങ്ങിയിട്ട് എന്റെ ഓപ്പറേഷൻ നീ നടത്തണ്ട. അതെന്താ അമ്മേ? എന്താന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? ആ പെണ്ണിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള വിദ്യ അത്. ആയിക്കോട്ടെ, ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ, അവളെ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. പക്ഷേ അവളല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്ന അമ്മ കരുതണ്ട. അതൊക്കെ നിന്റെ ഇഷ്ടം. വിഷ്ണു സാറ് തരുന്ന കാശുകൊണ്ടല്ലാതെ എന്റെ ഓപ്പറേഷൻ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. മരിച്ചോളാം ഞാൻ. എന്താ അമ്മ ഇത്? എന്താ ശ്യാമളെ ഒരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ? വീണമോളെ കല്യാണം കഴിക്കാൻ ഇവന് സമ്മതമല്ലെന്നാ പറയുന്നേ. ഒന്നങ്ങോട്ട് പൊട്ടിച്ചു തന്നാലുണ്ടല്ലോ. ഇവിടെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് വരുമ്പോഴാ അവന്റെ ഒരു തറുതല പറച്ചില്. ആ കേട്ടോ ശ്യാമളെ, മുതലാളി തന്നെ കല്യാണക്കാര്യം വിഷ്ണു കുഞ്ഞിനോടും ശ്വേതക്കുഞ്ഞിനോടും സംസാരിച്ചു. അവിടെ എല്ലാവർക്കും സമ്മതം. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുതലാളി എന്താ പറഞ്ഞതെന്ന് അറിയോ? എടോ കേശു, നമ്മള് ബന്ധുക്കളാവാൻ പോണോന്ന്. കേശുമാമ, ഞാനൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്ത. നിന്റെ വാക്കുകൊണ്ട് പൊട്ടക്കണിട്ടിടാ. മുതലാളിക്ക് ഞാൻ വാക്ക് കൊടുത്തു.
ആ വാക്കിനെന്താ വിലയില്ലേ? പക്ഷെ ഇത് എന്റെ സ്വന്തം കല്യാണം. മോനെ, എനിക്കും നിനക്കും കിനാവ് പോലും കാണാൻ പറ്റാത്ത ബന്ധമാ നീരേറ്റുകാരുമായിട്ടുള്ള ബന്ധം, അറിയോ? എന്നിട്ട് അവൻ ഏതോ പീറ പെണ്ണിന് വേണ്ടി പുറംകാലം കൊണ്ട് തട്ടിമാറ്റാൻ നോക്കുന്നു. ഇത് നടക്കും. വീണക്കുഞ്ഞിന്റെ കഴുത്തില് നീ താലി കെട്ടും. നിന്റെ അമ്മ സുഖക്കേട് മാറി എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. ആ